എൻ്റെ പേര് റിൻഷ ഷമീർ. ഫോർട്ട് കൊച്ചിയിലാണ് എൻ്റെ വീട്. ഞാൻ വിവാഹിതയും 4 കുട്ടികളുടെ ഉമ്മയുമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞതുകൊണ്ടിട്ട് എനിക്ക് തുടർ പഠനത്തിനായി ഒന്നും സാധിച്ചില്ല. മക്കളും ഒക്കെ ആയി വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയായിരുന്നു എൻ്റെ ലൈഫ്. എൻ്റെ മക്കൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഫ്രീ ആയി. അങ്ങനെയാണ് എനിക്കെന്തെങ്കിലും സ്വയം പഠിക്കണമെന്നുള്ളൊരാഗ്രഹം വീണ്ടും വന്നത്. അപ്പോൾ പിന്നെ ഞാൻ അന്വേഷിച്ചു ഏതാണ് കുറച്ചും കൂടി എനിക്ക് ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യാമെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് അറിയുന്നത്. അത് കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ജോബ് സാധ്യതയൊക്കെ കൂടുതലാണെന്ന് അറിഞ്ഞു. അപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരണം, ഏതാണ് ഏറ്റവും നമുക്ക് ബെറ്റർ ആയിട്ടുള്ളതെന്നിങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് എൻ്റെ കസിൻ വഴി ഞാൻ ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയുന്നത്. ഒരുപാട് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് പഠിക്കുന്നത് കൊണ്ടിട്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പഠിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ അതിൽ വന്നപ്പോൾ സിലബസൊക്കെ കുറച്ച് ഈസി ആയിരുന്നു. മിസ്സുമാരാണെങ്കിലും നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഫുൾ പഠിപ്പ് മാത്രമാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ലായിരുന്നു. കുറേ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ കുറേ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. ആർട്സ് ഡേ ഉണ്ടായിരുന്നു, സ്പോർട്സ് ഡേ ഉണ്ടായിരുന്നു, പിന്നെ വുമൻസ് ഡേക്ക് മാരത്തൺ ഉണ്ടായിരുന്നു, പിന്നെ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. +1 പഠിക്കുമ്പോഴാണ് ലാസ്റ്റായിട്ട് ഞാൻ സ്റ്റേജിൽ കയറി പെർഫോമൻസ് ചെയ്യുന്നത്. പിന്നെ ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ ആ കൾച്ചറൽ പ്രോഗ്രാമിന് ഇവിടുത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. എനിക്ക് ആ ഒരു സ്റ്റേജിൽ കയറുള്ള ആ ഒരു പേടിയെല്ലാം മാറിക്കിട്ടി. പഠനത്തോടൊപ്പം കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, പിന്നെ ടെക്നിക്കൽ സ്കില്ലിൻ്റെ ഭാഗമായി SAP, ടാലി, അതിൻ്റെ ട്രെയിനിങ് ക്ലാസ്സുകളെല്ലാം എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ മോക്ക് ഇൻ്റർവ്യൂ, IV ഇതെല്ലാം ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. എൻ്റെ ക്യാരക്ടർ ഒരുപാട് ഇമ്പ്രൂവ് ആയി. നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ് ചേരാൻ താല്പര്യമെങ്കിൽ ആദ്യം ഒരു ബെറ്റർ ചോയ്സ് ആയിരിക്കും.